നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടലോടുകൂടി നമ്മൾ കേൾക്കേണ്ട ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അല്ലെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്ത അത്ര സുഖകരമുള്ളതല്ല. അതായത് അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു, മകൾ കൊല്ലുന്നു. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ സംഭവിക്കുന്നു. കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകൾ പോലും ഉണ്ടാകുന്നു, ഭയപ്പാടിലാക്കുന്ന വാർത്തകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ വരുന്നത് കായംകുളത്ത് നിന്നുമുള്ള ഒരു വാർത്തയാണ്. കായംകുളം കളരിക്കലിൽ അഭിഭാഷകനായ മകൻ പിതാവിനെ വെട്ടിക്കൊന്നു. വെട്ടേറ്റ അമ്മയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കടലൂർ തെക്ക് പീടിക്കച്ചിറയിൽ നടരാജൻ എന്ന 62 വയസ്സുകാരനാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവിനെ 49 വയസ്സുകാരിയായ സിന്ധുവിനെ ഗുരുതര പരിക്കുകളോടുകൂടി മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഇവരുടെ മകനും മാവേലിക്കര ബാറിലെ അഭിഭാഷകനുമായ നവജിത് നടരാജിനെ കനകക്കുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാതാപിതാക്കളെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നവജിത്തിന് യാതൊരുവിധ കുലുക്കവുമില്ല. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ നവജിത്ത് അലറി വിളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാണ് ചിലർ പറയുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം. ഞായറാഴ്ച രാത്രി 9:30 ഇവരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത്. കുടുംബ വഴക്കാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പതിവായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. മാതാപിതാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വാക്കത്തി കൊണ്ടാണ് ആക്രമണം നടത്തിയത്. നടരാജന്റെ തലയ്ക്ക് ഒട്ടേറെ തവണ വെട്ടേറ്റു. ഇതിനുശേഷം വീടിന്റെ 2ാം നിലയിലേക്ക് കയറിയ ഇയാളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പരിക്കേറ്റവരെ നാട്ടുകാർ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും നടരാജന്റെ മരണം സ്ഥിരീകരിച്ചു. വീട്ടിൽ നിന്ന് ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അപ്പോഴേക്കും മാതാപിതാക്കളെ വെട്ടി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയാണ് നാട്ടുകാർ കാണുന്നത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നറിയില്ല. ഇവർ തമ്മിൽ വാക്കുതർക്കം പതിവായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും സ്വന്തം അച്ഛനെ വെട്ടി പരിക്കേൽപ്പിക്കുക, അച്ഛനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാക്കത്തിക്ക് വെട്ടിയത്. എന്തായാലും അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. തലയിൽ 15ലേറെ വെട്ടുണ്ട് എന്നാണ് നിഗമനം. എന്തായാലും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വളരെ ഭയപ്പാട് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ അഭിഭാഷകനെ കാണാനായി. അഭിഭാഷകൻ കൂടിയായ നവജിത്തിന് എന്താണ് സംഭവിച്ചത്, മാനസികമായി താളം തെറ്റിയത് എവിടെയാണ്, കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് സംശയമാണ്. കാരണം കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കും നവജിത്തിനെ കുറിച്ച് നാട്ടുകാർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. പെട്ടെന്ന് എന്താണ് ഇത്തരത്തിലൊരു അക്രമാസക്തനായ നവജിത്തായി മാറിയത് എന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയെന്നുള്ളത്.